ദുബായ് നമ്മുടെ ദിയാകൃഷ്ണ ഓബയോസി അതിലെ മുൻ ജോലിക്കാരായ 3 സ്ത്രീകൾ ഇവർ കൊടുത്ത കേസ് വിഷയം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം പോലീസ് നമ്മളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ 3 പേര് ഉടായിപ്പെന്നുള്ളത്. പോലീസ് എന്താണെങ്കിലും തെളിവോട് കൂടിയിട്ട് 66 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തറവായിട്ടുള്ളൊരു സ്റ്റഡി ആദ്യം തന്നെ കൃഷ്ണകുമാറും ദിയാകൃഷ്ണയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. അവർ 69 ലക്ഷം എന്നുള്ളത് കംപ്ലൈന്റ് കൊടുത്ത് അവർക്ക് അറിയാം, കണക്കുണ്ടായിരുന്നു അവർക്ക്. അവർ കൃത്യമായി ഇവരുടെ അക്കൗണ്ടുകൾ നോക്കിയിട്ടുമുണ്ട്. അപ്പം എന്താണെങ്കിലും 66 ലക്ഷം രൂപ, 69 ലക്ഷം രൂപയാണ് അവർ കംപ്ലൈന്റ് കൊടുത്തത്. 66 ലക്ഷം രൂപ എന്നുള്ളത് പോലീസുകാർ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇത് ചെലവായ വഴി, ഇത് ഏതൊക്കെ അക്കൗണ്ടിലേക്ക് ഇവർ ട്രാൻസ്ഫർ ചെയ്തു, ആൻഡ് ഇതിൽ ഇവരുടെ ശമ്പളം ഒഴിച്ച് ബാക്കി വന്ന എമൗണ്ടുകൾ അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇവർ മേടിച്ചതാണോ, അതും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദിയയ്ക്കൊരു 100 ഓർഡർ വരുന്നു, അതിൽ 50 ഓർഡർ ഇവർ ക്യാൻസൽ ചെയ്യിച്ചിട്ട് ഇവർ സ്വന്തമായിട്ട് കയറ്റി അയക്കാം. അതായത് ഇതേ പ്രൊഡക്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇത് ഇവരുടെ പ്രൊഡക്റ്റായിട്ട് ഇവർക്ക് കയറ്റി അയക്കാം. 50 പ്രൊഡക്റ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, ദിയയുടെ ഓബയോസിയിൽ റിയൽ സാധനമായിട്ട് വിട്ടാൽ മതി. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിലൊക്കെ എന്ത് വേണം, ഒരു ക്ലാരിറ്റി വേണം. പിന്നെ ദിയാകൃഷ്ണയുടെ GST റിലേറ്റഡ് ആയിട്ടും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ക്ലാരിറ്റിയും ഇന്ന് ന്യൂസിൽ കേൾക്കാൻ കഴിഞ്ഞു. അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പരാതി നൽകിയ 3 ജീവനക്കാരാണ് ഒളിവിൽ പോയത്. മൊഴിയെടുക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച വീട്ടിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇവരെ കാണാനായില്ല. അഭിഭാഷകനെ കാണാൻ കൊച്ചിക്ക് പോയെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. അതോടെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകി. ഇന്നലെ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ ഹാജരാവുകയോ പോലീസുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ഫോണും സ്വിച്ച് ഓഫ് ആണ്. അതിനിടെ ദിയയുടെ സ്ഥാപനം അടച്ച GSTയുടെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. തട്ടിപ്പ് നടന്ന സാമ്പത്തിക വർഷം 21 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നതിനുള്ള GST ആണ് അടച്ചത്. അതിന് തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷം 26 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നതായി രേഖകൾ പറയുന്നു. ടാക്സ് അടച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ദിയാകൃഷ്ണയോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഈ 21? ഇതിൽ എൻ്റെ ഒരു സംശയമാണ്, ഈ തട്ടിപ്പ് നടന്ന പോലെ 21 ലക്ഷം, അതിന് മുന്നത്തെ പോലെ 26 ലക്ഷം, ഇതൊക്കെയാണ് ഇവരുടെ കച്ചവടം നടന്നതായിട്ട് അവർ കാണിച്ചതും അതിൻ്റെ GST ആണ് ഇവർ അടച്ചിട്ടുള്ളത്. ഈ ഒരു വർഷം തട്ടിപ്പ് നടന്നത് മാത്രം 69 ലക്ഷം എന്നാണ് ദിയ കൊടുത്ത കംപ്ലൈൻറ്റ്. അതിൽ 66 ലക്ഷം ആരുടെ അക്കൗണ്ടിലുണ്ട്, അവരുടെ അക്കൗണ്ടിലുണ്ട്. പിന്നെ തോന്നുന്നത് പോയ വർഷങ്ങളിലും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, കച്ചവടം നടക്കുന്നത് ഇപ്പം പലരും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടാവും ഇപ്പം എന്നെ പോലെ തന്നെ. അപ്പം എനിക്കിതിൽ തോന്നുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ദിയാകൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ഓർഡറുകളിൽ ഒരു പകുതി ഇവരെന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യിച്ചിട്ട് ഇവരുടെ ഓർഡർ ആക്കും. അപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് ചിലപ്പോൾ ഈ പ്രാവശ്യം 69 ലക്ഷം ഇത് പിടിച്ചില്ലായിരുന്നെങ്കിൽ 69 ലക്ഷം രൂപേൻ്റെ ഓർഡർ വന്നിടത്ത് ദിയാകൃഷ്ണയ്ക്ക് കിട്ടുന്നത് 30 ലക്ഷത്തിന്റെ ഓർഡർ ആവും. ശരിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. അത്രേ സെയിൽ ആയിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് ഈ 69ഉം ഈ വർഷം 69ഉം പിന്നെ ഈ വർഷം 69 സെയിൽസ് എന്നല്ല, സെയിൽസ് നടക്കേണ്ടതായിരുന്നു. മൊത്തം കൂട്ടിയേക്കും എത്ര കോടി രൂപയുടെ പരിപാടി ഉണ്ടാവും. അപ്പൊ അവർ ഈ വർഷം മാത്രം ആയിരിക്കില്ലല്ലോ, ഇതിന് മുമ്പത്തെയും അവരെന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം ഡീറ്റെയിൽസ് ഒക്കെ. അതെ, എന്നാലേ ഇതിനൊരു ക്ലാരിറ്റി കിട്ടൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി ഈ ഒരു വിഷയത്തില് ഈ ദിയാകൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ അവര് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അത് ഭയങ്കര റെലവെന്റ് ആയിട്ട് തോന്നി എനിക്ക്. ഇത് നിങ്ങൾ കേൾക്കണേ. സത്യം പറയാം, ഇപ്പൊ ഓസിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവരെ വിശ്വസിച്ച് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാ, കാരണം എനിക്കൊരു 100 പേര് പരാതി പറഞ്ഞിട്ടുണ്ട്. ആ കടയിൽ പോയിട്ട് ആ പിള്ളേര് മോശമായിട്ട് പെരുമാറി. ഞാൻ പറയും ഓസി നിനക്ക്, ഞാൻ വേണമെങ്കിൽ നിനക്ക് വല്ല സ്റ്റാഫിനെ ഒപ്പിച്ചു. അപ്പൊ ഇവരോടൊരു എങ്ങനെ, കാരണം ഇതിൽ വിനീത എന്ന് പറഞ്ഞ കുട്ടി വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ദിയ ഏതോ സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ട് വന്നിട്ട് ഞാൻ ചേച്ചിയുടെ ഫാനാണ്, ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു ആരാധന കാണിച്ച് ഓസിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള എനിക്ക് നിങ്ങൾ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ കിടന്ന് എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ആ കുട്ടിയൊക്കെ ജോലിക്ക് വന്നത്. അപ്പൊ രാവിലെ കിച്ചുനോട് പറയായിരുന്നു, കിച്ചു ഈ ഓസി ഈ ഇഷ്യൂ അറിഞ്ഞിട്ട് ഇവരെ കൺഫ്രണ്ട് ചെയ്തത് ഫോൺ വഴിയായിരുന്നു. ലൈക്ക് ഈ ഈശാനയുടെ ഫ്രണ്ട് അറിയിച്ചു, ഓസി മറ്റേ സ്റ്റോറി ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ സ്ക്രീൻഷോട്ട്സ് അയച്ച് അതങ്ങോട്ട് എണ്ണി നോക്കി അതൊരു 7 ലക്ഷം പോലെ കണ്ടപ്പോഴാണ് ഓസി ഇവരെ ഫോൺ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തത്. ഒരു പക്ഷേ നേരിട്ട് ആ ഓഫീസിൽ ഇരിക്കവേ ഈ 3
3 പെൺപിള്ളേരും ഓസിയും മാത്രമുള്ള എത്രയെങ്കിലും ദിവസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഓസി ഇവരെ നേരിട്ടാണ് ചോദിച്ചെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും 3 പെൺപിള്ളേർ ഓസി അവിടെ നിന്ന് തള്ളി താഴെ ഇട്ടന്. അത് ഉറപ്പായിട്ട്. കാരണം അത്രയും കള്ളം ചെയ്തിട്ട് നിൽക്കുന്ന കുട്ടികളല്ലേ. അപ്പൊ അവരെത്ര ഗിൽറ്റ്. അപ്പൊ അവരെന്തായാലും അവരെടുത്ത ആ പൈസ ഒരിക്കലും തിരിച്ചു പോകാതിരിക്കാൻ എന്ത് വേണോ ചെയ്യില്ലേ? അല്ല ഞാൻ പറയുന്നത് ഇത്രയൊക്കെ നോണ പറഞ്ഞില്ലേ, അവരെ റെഡ് ഹാൻഡ് ആയിട്ട് പിടിച്ചു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷവും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ പരിപാടി ന്യൂസുകാരുടെ മുന്നിൽ വന്ന് നിന്ന് പച്ച നോണ വിളിച്ചു പറഞ്ഞ ആണെങ്കിലും നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള നുണകളാണ് വിളിച്ചു പറഞ്ഞത്. അതെ, അങ്ങനെ നുണ പറഞ്ഞിട്ട് ഇപ്പൊ മുങ്ങി ഉടായിപ്പ എന്ത് ചെയ്തു, ഫോണും സ്വിച്ച് ഓഫ് ആക്കി പോലീസിനും പിടി കൊടുക്കാതെ മുങ്ങി. ഇവരിങ്ങനെ ചെയ്യില്ലാന്ന് അറിയണ്ടു. ഈ 3 അതും ഗർഭിണിയായ ഒരു സ്ത്രീ അവരെ തള്ളി താഴെ രക്ഷപ്പെടാൻ വേണ്ടി അവരിതൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഉറപ്പല്ലേ? അങ്ങനെ തട്ടി താഴെ ഇട്ടിട്ട് ദിയാകൃഷ്ണനെ തീർത്ത് കളയാനും ചിലപ്പോൾ ശ്രമിക്കും. അങ്ങനെ അത് ഒരു ക്ലിയർ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് മകളോടുള്ള ഒരു കൺസേൺ ആണ് എന്ത് ചെയ്തത് അവരോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇവർ ഇത്രയും ചെയ്ത് സ്ഥിതിക്കാനുള്ള ചാൻസ് ഉണ്ട്. അമ്മ എന്നുള്ളവര് നമ്മൾ ആര് കേൾക്കുമ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യം, രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്യുന്നുള്ള അവസ്ഥ അല്ലേ ഇപ്പൊ എന്തൊക്കെയാ വിളിച്ച് പറയണത്. അതെ. ഇനി ഇവരുടെ വീടിന് അടുത്ത് നിന്നിട്ടുള്ള ഒരാള് ഇവർ ഈ പൈസ എങ്ങനെയൊക്കെ ചെലവാക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കൂലോ. ആ വ്യക്തി എന്നോട് സംസാരിച്ച സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. വിനീത എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ഇവർക്ക് ഒരു 10 ലക്ഷം രൂപയോളം കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ കടമൊക്കെ തീർത്തിട്ടും ഉണ്ട്. പിന്നെ കുറെ സ്വർണം ബാങ്കിലുണ്ടായിരുന്നു. ആ സ്വർണങ്ങളൊക്കെ ഇവരെടുത്തു. പിന്നെ ഇവരച്ഛന് തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു. വേറൊരു കുട്ടി പറഞ്ഞില്ലേ ഗൾഫിലാണ് അവരെ ചേട്ടനെന്ന്, ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത്. അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നത്. അപ്പൊ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ 2 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ? അതിലൊരു ഡൗട്ടുണ്ട്. പക്ഷെ അത്രയും കിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് 1 വർഷം കൊണ്ട് ഇത്ര കടങ്ങളും തീർക്കാൻ പറ്റി, ഇത്ര സ്വർണങ്ങളൊക്കെ തിരിച്ചു എടുക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു സംശയമുള്ള കാര്യമാണ്. ഒരു കുട്ടിയുടെ ചേട്ടൻ ലണ്ടനിലാണെന്ന് പറഞ്ഞില്ലേ, അവര് ഒരു വീട് വെക്കുന്നെന്നാ പറഞ്ഞത്. അപ്പൊ ആ വീട്ടിലെ പണിയൊക്കെ തീർന്നെന്നാ ഞാൻ അറിഞ്ഞത്. അല്ല, ഇത് പോലീസുകാർ കൃത്യമായിട്ട് ഇവർ ഈ പൈസ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിലാ കണ്ണട വെച്ച വിനീത എന്ന് പറഞ്ഞ ലേഡിയില്ലേ, അവരാണ് ഇപ്പൊ എന്ത് പറഞ്ഞേ, ഈ പറഞ്ഞ സാധനം, അതായത് അവരുടെ ഗോൾഡ്, പണയം വെച്ചിരുന്ന ഗോൾഡ് മൊത്തം എന്ത് ചെയ്തു, തിരിച്ചെടുത്തു. കംപ്ലീറ്റ് ഗോൾഡും തിരിച്ചെടുത്തു. അത് മാത്രമല്ല അച്ഛന് പുതിയ ഗോൾഡ് മേടിച്ചു കൊടുത്തു. അത് മാത്രമല്ല ഇതിൽ ഒരു ലേഡി അന്ന് വന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ, ഗൾഫിലാണ് എന്റെ ചേട്ടൻ. അത് വേണമെങ്കിൽ ഒന്നുകൂടി പ്ലേ ചെയ്യട്ടാ. പേയ്മെന്റ് വന്നതുകൊണ്ട് ഇത്രയും പേയ്മെന്റ് ഒക്കെ വന്നതുകൊണ്ട് നിന്റെ ചേട്ടൻ എന്തിനാ നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചു തരുന്നത്? എൻ്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്തിൽ ചിലപ്പോൾ 1 ലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. കൂടുതൽ ക്യാഷ് കിട്ടുന്നതനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ 2 ലക്ഷം. അക്കൗണ്ടിലേക്ക് പണം വരുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. എങ്ങനെയുണ്ട്? അതായത് ഇതിൽ വേറെ കാര്യമുണ്ട്. ഈ കുട്ടിയുടെ ചേട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വിചാരം എബ്രോഡാണ് പറയുമ്പോൾ ഗൾഫിലാണെന്ന് വിചാരിച്ചത്. അയാൾ ലണ്ടനിലാണ് പഠിക്കാൻ പോയതാണ്. പഠിക്കാൻ പോകുമ്പോൾ പാർട്ട് ടൈം ജോലി എടുക്കുമ്പോൾ അതാണ് അവർ പറഞ്ഞ മറ്റേ 1 ലക്ഷം അയച്ചിട്ടും 2 ലക്ഷം അയച്ചിട്ടും. കാരണം ഇത് നാളെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്തു വരുമല്ലോ. അതെ, എനിക്ക് തോന്നുന്നു ലണ്ടനിൽ അപ്പൊ അവര് അത്രയും വലിയ ഉദ്യോഗസ്ഥരാണോ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് 2.5 ലക്ഷം 3 ലക്ഷം. അത് ഞാൻ ആലോചിക്കുന്നത് ലണ്ടൻ പോലത്തെ ഒരു രാജ്യത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അല്ലേ, ആ നാട്ടിൽ ജീവിക്കണം തന്നെ ഇത് മാത്രമല്ല അവിടെ ഉണ്ടാക്കുന്ന ക്യാഷിന്റെ എത്ര പെർസെന്റേജ് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം, എന്തൊക്കെ പരിപാടി ഉണ്ട്. ഇതൊക്കെ പാർട്ട് ടൈം ജോലി എടുക്കുന്ന ആളോ 1.5-2 ലക്ഷം രൂപ അയക്കുന്നു എന്നൊക്കെ പറയും. പിന്നെ ഈ കുട്ടിയുടെ തന്നെയാണ് വീടിന്റെ എന്ത് കഴിഞ്ഞ് പണി പെട്ടെന്ന് തീർന്നു എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ പൈസ കിട്ടിയതൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, വീട് പണിക്കായിട്ടും സ്വർണം വാങ്ങാനൊക്കെ ആയിട്ട് ചെലവാക്കി അടിച്ചു. അല്ല, അത് മാത്രല്ല ഇവരൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചില്ലേ. അതായത് ഇപ്പൊ ഒരാളുടെ ഈ 3 പേരിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുമ്പോ അത് ഉടനെ അടുത്ത 2 പേർക്ക് ഇവർ ഷെയർ ചെയ്യും. അത് മാത്രല്ല ഇവർ ഈ ഷെയർ ചെയ്യുന്നത് പോട്ടെ, ഇവർ ഷെയർ ചെയ്യുന്നതിന്റെ ഒരു പാറ്റേൺ എങ്ങനെ അറിയും? ഈ 3 പേർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇവർ കൊടുക്കുന്നത് ഇവരുടെ ഭർത്താവിന്റെയോ ഏട്ടന്റെയോ ഒക്കെ അക്കൗണ്ട് നമ്പറാണ്. ഞാൻ സപ്പോസ് ചോദിക്കാം, അബ്രോഡുള്ള ഒരാളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ ആരെങ്കിലും ഏതെങ്കിലും കസ്റ്റമർ കൊടുത്തു, അവര് വീണ്ടും ആ പൈസ അവിടുന്ന് എന്ത് ചെയ്തു,
അവിടുന്ന് അയക്കണ പോലെ ഇങ്ങോട്ട് തിരിച്ചയച്ചു, അവിടുത്തെ ബാങ്ക് ത്രൂ ഇങ്ങോട്ട് അയക്കുന്നു. ട്രാൻസാക്ഷൻ ഇത് ഇപ്പൊ പോലീസുകാർക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാന്നൊക്കെയാണ് ഞാനും ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവർ ഈ പൈസ ഇവരിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിച്ച് നല്ല കളി ഇവർ കളിച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതില് ദിയാ കൃഷ്ണ കുറച്ച് കെയർലെസ് ആയിരുന്നോ എന്നുള്ളതിന് ആണ് അല്ലേ അച്ഛനും അമ്മയും അത് പറയുന്നത്. നല്ല കെയർലെസ് ആണ്. ആ കെയർലെസ്നെസിന്റെ ഒരു ഡെപ്ത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത്. ദിയാ കൃഷ്ണന് ഒരു 5 മാസം മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഓബയോസി എന്ന് പറഞ്ഞുള്ള അവരുടെ സ്ഥാപനത്തിലേക്ക് അച്ഛൻ സ്ഥാപനം കാണാനും ബാക്കി പരിപാടിക്കും വന്ന സമയത്ത് അവരെടുത്ത വീഡിയോ ഉള്ള ഒരു പോർഷനാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ നല്ലതാണെങ്കിലും ഒരു ഇരുതല വാളാണ്, മനസ്സിലായില്ലേ? അത് ഗുണവും ദോഷവും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളും അതനുസരിച്ച് വേണം ഇരിക്കാൻ. നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ എപ്പോഴും വളരെ സൂക്ഷിച്ചിരിക്കണം. കാരണം നമ്മൾ ഹേർട്ട് ചെയ്യാൻ പറയുന്നതായിരിക്കില്ല, ചിലർ തമാശയ്ക്ക് പറയുന്നത് പോലും ചിലർക്ക് ഹേർട്ട് ആവും. കാരണം എനിക്കൊക്കെ സ്ഥിരം പറ്റുന്നതാണ്, ഇപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒന്ന് ഹോൾഡ് യുവർ ടങ് എന്ന് പറയും ചിലർ. ഒന്ന് ഹോൾഡ് ചെയ്യുക പറയുന്നതിന് മുൻപ്. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കൈവിട്ട് പോകും. അപ്പോൾ നമ്മൾ സന്തുഷ്ടമായിട്ട് പോകാൻ നോക്കുക. കാരണം ഇറ്റ്സ് എ നൈസ് ബിസിനസ്. കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്ങനെ മോൾ ഇവിടെ നിന്ന് എടുത്തു, ഇങ്ങനെ നമ്പർ പലരുടെയും ഫ്രണ്ട്സ് എന്റെ മേടിച്ചു റീസെന്റ്. അമ്മയുടെ ഫ്രണ്ട് സുലു ആന്റിയൊക്കെ പലപ്പോഴും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കും. കാരണം മേടിച്ച് ഒരു പ്രാവശ്യം ഇഷ്ടപ്പെടുമ്പോൾ വീണ്ടും മേടിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ കസ്റ്റമേഴ്സിനെ നമ്മളും ഇടയ്ക്ക് ഒരു ഫോൺ കോളിലൂടെയും മറ്റൊക്കെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആഫ്റ്റർ സെയിൽസ് എന്ന് പറയുന്ന ഒരു സംഭവം വെരി ഇമ്പോർട്ടന്റ്. ഇതിനകത്തോട്ട് നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റാഫ് കുട്ടികളൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യുന്ന ഒരു സ്പേസ്. ഇവിടെ നമുക്ക് യൂഷ്വലി സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട്. അതാണ് ഇവിടെ ഈ റൂമിൽ വെച്ചത്. അതായത് ഇവർ പാക്ക് ചെയ്യുമ്പോൾ കയ്യെത്താ ദൂരത്ത് നിന്ന് എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് സ്റ്റോക്കുകളെല്ലാം വെക്കണം. സ്റ്റോക്ക് റൂം ഇപ്പുറത്താണ്. ഇവിടെ സ്മോൾ ബാത്റൂം. ഇത് ബബിൾ റാപ്പ് നോക്കണ്ട, ഇത് എൻ്റെ ഒരു അനാഥ കസേരയാണ്. ഇതാണ് ബേസിക്കലി സ്റ്റോക്ക് റൂം ആയിട്ട് വരുന്നത്. ഇതിൽ പലതും പല ടൈപ്പ് ഓഫ് ജ്വല്ലറി ഒരുമിച്ചാണ് വെച്ചേക്കുന്നത്. അതായത് ഈ ഒരു റാക്ക് മുഴുവൻ നിങ്ങൾ നോക്കി തന്നെ കാണാം, ഫുൾ ഓഫ് ബാംഗിൾസ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ ഒരു ഏരിയയിൽ മുഴുവൻ ബ്രൈഡൽ കോമ്പോസ്, ഹാരം, ഇങ്ങനെയുള്ള നീണ്ട ഐറ്റംസ് ഒക്കെയാണ് വെച്ചേക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഒരു ബേസിക്കലി ബിലോ 1000 പോലത്തെ ഐറ്റംസ്. ആ ഒരു ഏരിയയിൽ ടോപ്പ് ഏരിയ വെച്ചിരിക്കുന്ന കൂടുതലും പ്രീമിയം ഐറ്റംസ് ആണ്. ദാറ്റ് ഇസ് അബൌവ് 1500 റേഞ്ചിലുള്ളത് ടു ഒരു 3000-4000 റേഞ്ച് വരുന്ന ഐറ്റംസ്. അപ്പൊ ഇതില് ഒന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സർവീസും കാര്യങ്ങളും എല്ലാം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. മൂപ്പര് അവിടെ പോയി കുറേ ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു ഏരിയ കാണിച്ചത് കണ്ടോ, പാക്കിംഗ് ഏരിയ പ്ലസ് അവരുടെ സ്റ്റോക്ക് വെക്കുന്ന ഏരിയ. അതൊന്നും അങ്ങനെ വെൽ മാനേജ്ഡ് ആയിട്ട് അത് കണ്ടറിയാം. സാധാരണ നമ്മൾ ബാച്ചിലറിന്റെ റൂമിലേക്ക് വന്ന പോലെ ഉണ്ട്. സാധാരണ എന്താ അറിയോ, ഇത് പറയുമ്പോ അവര് അത് അവിടെ വെച്ചു ഇവിടെ വെച്ചു എന്ന് പറഞ്ഞെങ്കിലും ഒക്കെ അങ്ങനെ മെസ്ഡപ്പ് ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി. അപ്പൊ ദിയക്ക് തന്നെ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ദിയ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പ്രഗ്നൻസി സിറ്റുവേഷനിലല്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് ഫെസ്റ്റിവൽ ടൈം ഒരുപാട് ഫെസ്റ്റിവൽ ടൈമിൽ ഒരുപാട് സ്റ്റോക്ക് പ്രീ ഓർഡർ ചെയ്തത് വരും. ആ സ്റ്റോക്ക് വരുന്നത് ദിയനെ കൊണ്ട് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കൊണ്ട് അറേഞ്ച് ചെയ്യാനും വെക്കാനും പറ്റില്ല. ഇപ്പൊ ചെയ്തതും ഹാൻഡിൽ ചെയ്തതും ഇവരായിരിക്കും. അതുകൊണ്ടാവണം ഇവരെന്ത് ചെയ്തേ ഇങ്ങനത്തെ ഒരു ഓൾമോസ്റ്റ് മെസ്ഡ് അപ്പ് സിറ്റുവേഷൻ അവർ മുതലെടുത്തു. അവർക്ക് ഡിസോർഡർ ആയിട്ട് കടക്കണം ആവശ്യമില്ല. അവരത് മുതലെടുക്കുകയും ചെയ്തു. ദിയ വരില്ല എന്നുള്ളതും കൂടി ആയപ്പോ അവരത് കംപ്ലീറ്റ്ലി മുതലെടുത്തിട്ട് എന്ത് ചെയ്തു. അപ്പൊ ഒരു എന്താ പറയാ സാധാരണ അത് അവരെ മൂന്നാരും കൺട്രോളിലേക്ക് എത്തിയിട്ടുണ്ടാവും കാര്യങ്ങൾ. ദിയക്ക് പറഞ്ഞു കൊടുക്കണ്ടാവും ചിലപ്പോൾ. അതായത് ഇവിടെയാണ് വെച്ചുള്ളത്, ഇങ്ങനെയാണ്, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഐഡിയ ഒന്നും ഉണ്ടാവുണ്ടാവില്ല എവിടെ ഇരിക്കുന്ന എന്താ. പിന്നെ ഒരു ഉളുപ്പില്ലാതെ വന്ന് തള്ളലല്ലേ. ഇതിനിടയിൽ നമ്മൾ മിസ്സായി പോയത് എന്താ അറിയോ, ഇവിടെ ദിയാകൃഷ്ണയുടെ അച്ഛൻ കൃഷ്ണകുമാറിനെ കുറിച്ച് മാത്രമല്ല ഒരു വൃത്തിയോടെ വിളിച്ച് പറയുന്നത്, അശ്വിനെ കുറിച്ചും ദിയന്റെ ഹസ്ബൻഡിനെ കുറിച്ചും പറയുന്നുണ്ട്. ദിയയ്ക്ക് ടാക്സിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദിയയാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത് ഇങ്ങനെ വീക്കിലിയോ ഞാൻ എന്നാണോ ഓഫീസിൽ വരുന്നത് അത് നിങ്ങൾ പ്രോഡക്റ്റൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തു വിടത്തില്ല. അതിൻ്റെ കൂട്ടത്ത് കുറേ സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് കൊടുത്തു വിട്ടാൽ ആദ്യം ദിയ തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ചെയ്താലും ദിയക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം. അങ്ങനെ നിൽക്കണം ഒരാൾ. ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കുക. നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ ദിയയുടെ അടുത്ത് പാടില്ല. ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ദിയയുടെ കൂടെ മൂവ് ചെയ്യുക. വേറെ ഒന്നും ദിയയ്ക്ക് പറ്റത്തില്ല. രാത്രി 1 മണി 2 മണിക്കൊക്കെ വിളിക്കും. എന്താ വിളിച്ചിട്ട് എന്താ പറയാ, ആ പ്രോഡക്റ്റ് ആ സമയത്ത് കൊടുക്കണം, ഈ സമയത്തൊക്കെ കൊടുക്കണം. രാത്രിയിലും വിളിച്ചുകൊണ്ടേയിരിക്കും. രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും.
പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ, അതുപോലും അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായിട്ടല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ. 1 മുതൽ 8 വരെയുള്ള ആൾക്കാർ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു, അടിക്കാൻ വരുന്നുണ്ടായിരുന്നു. കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ച് നന്നായിട്ട് ചീത്ത വിളിച്ചു. ഞങ്ങളെ അസോൾട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉളുപ്പില്ലാതെ ഈ പെണ്ണാണ് ഏറ്റവും കൂടുതൽ കള്ളത്തരവും. ഈ പെണ്ണാണ് ആദ്യം വന്നത്. അപ്പൊ ഈ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് ഇതിന്റെ ബൾക്ക് ഓഫ് ദ എമൗണ്ടും ഇവൾക്കാവും കിട്ടിയിട്ടുണ്ടാവും. ഇവർ വരുന്ന ഈ ബാക്കി ഒപ്പമുള്ള 2 പെണ്ണുങ്ങൾ വരുന്നതിന് മുമ്പ് ഇവളെന്ത് കാട്ടിയിട്ടുണ്ടാവും, അപ്പൊ പിന്നെ ഇവളാവുള്ള ഏറ്റവും കൂടുതൽ ഇവളൊരു അഗ്രഷൻ ഇവളാണല്ലോ കാണിക്കുക. അതാണ് ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ളത്. ഇവക്കൊരു ഒരു തപ്പിത്തടയൽ പോലും ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ട് ഒഴുകി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അല്ല, സ്റ്റോപ്പ് മേക്കിംഗ് ഡ്രാമ എന്നുള്ള ടീഷർട്ട് ഇട്ട് വന്നിട്ട് ഫുൾ ഡ്രാമ, കംപ്ലീറ്റ് ഡ്രാമയാണ് കളിച്ചിട്ടുള്ളത്. ഇതിലെന്താ അറിയോ, ഞാൻ പറയാം, ഇതിനകത്ത് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ ഒരു ഫ്രെയിമിങ് അല്ലേ. കൃഷ്ണകുമാർ ഒരു BJP-കാരനാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫാമിലിക്ക് മൊത്തത്തിലൊരു എന്താ പറയാ നെഗറ്റീവ് ഫേസ് ആണ്. ഇത് ഈ പെൺകുട്ടികൾ ഉപയോഗിച്ചു, അവരുടെ വക്കീലും അത് ഉപയോഗിച്ചു. ഈവൻ പോലീസിലുള്ളവരാണെങ്കിൽ പോലും ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് അതിന്റെ ഒരു ദേഷ്യോ കാര്യങ്ങളോ അല്ല, അല്ലെങ്കിൽ ഇയാളെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആരെങ്കിലും ഒക്കെ വെപ്പ് വെച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. എല്ലാതൊന്നുമില്ല, അതിന്റെ ഉള്ളിലും എന്തൊക്കെയോ അല്ലേ ഒരു മോശം പേര് വന്നാൽ ഇനിയിപ്പോ ഇലക്ഷൻ ഒക്കെയാണ് വരുന്നത്, അയാൾക്ക് മത്സരിക്കാൻ അഥവാ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ അതില്ലാതാക്കാനൊക്കെ പറ്റുള്ളൂ. ഒരുമാതിരി മറ്റെന്താ പറയാ കൗണ്ടർ കേസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത പോലത്തെ ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ട് എനിക്ക് ഇതിൽ തോന്നുന്നുണ്ട്. ഇനി ഇതിനിടയിൽ വേറൊരു ലേഡിട്ടാ ഇത് ഒരു ചാനൽ ചർച്ചയിൽ അവരിരുന്ന് സംസാരിക്കുന്നതാണ്. ഇഫ് ഇൻ കേസ് ഇതിവിടെ വീഡിയോ പ്ലേ ചെയ്തത് അല്ല ക്ലെയിമോ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ശബ്ദം എന്താണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഓക്കെ. കൃഷ്ണകുമാർ ഈ അൺപ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന 3 സ്ത്രീകളെ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ വെക്കുന്നതിൽ പോലും തങ്ങൾ നടത്താനിരിക്കുന്ന തട്ടിപ്പിന് മറ പിടിക്കാനായിട്ട് അത്രയൊന്നും സോഷ്യൽ പ്രിവിലേജ് ഇല്ലാത്ത ആളുകളിൽ നിന്നുള്ള 2-3 പേര് മതി എന്നുള്ള ബുദ്ധിയും കൂടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഒരു ഡീപ്പ് അനലൈസ് ചെയ്താൽ കാണാൻ പറ്റും. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, അവർ പറയുന്നതിനനുസരിച്ച് ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പം BJP നേതാക്കളിൽ പല ആളുകളും, മോഹിത് എന്ന് പറയുന്ന ആള് 100 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്. അതുപോലെ നിരഞ്ജൻ ദാസ് ആന്ധ്രാപ്രദേശിലെ, ഇങ്ങനെ പല BJP നേതാക്കളും വലിയ വൻ തുകകളുടെ നികുതി വെട്ടിപ്പിന്റെ പേരിലൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. അത് തനിക്ക് നേരെയും തന്റെ കുടുംബത്തിന് നേരെയും വരാതിരിക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യം എന്നൊക്കെ പറയും പോലെ ഒരു മുൻകരുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. അല്ല, കൃഷ്ണകുമാറിന്റെ പേരിലല്ല എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഈ ഒരു ബുദ്ധി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നേ കാര്യം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തും വരെ വളരെ നിയമപരമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ 69 തൊട്ട് 1 ലക്ഷം രൂപയുടെ ഒരു നിയമപരമായിട്ടുള്ള കണക്കിൽപ്പെടാത്ത എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ അവിടെ വന്നാൽ പോലും അറിയേണ്ടതല്ലേ. അപ്പൊ 69 ലക്ഷം രൂപയുടെ ക്രയവിക്രയം നടക്കും വരെയും ഇതറിഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് തന്നെ അത് നിയമവിധേയമായി നടക്കുന്ന ഒന്നല്ല എന്നുള്ളത് ചിന്തിക്കാനുള്ള. അപ്പം ദിയ പറഞ്ഞ അതേ സാധനം അരിയാഹാരം അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിലുള്ളതാണ്. അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് മാത്രമല്ല ഇതും മനസ്സിലാവണ്ടേ. ചേച്ചി പക്ഷെ അരിയല്ല വേറെന്തോ കഴിക്കണോന്നുണ്ടല്ലേ, ഗോതമ്പും കഞ്ഞിയാണോ കഴിക്കണം? അതെ, വേറെന്താണ് കഴിക്കണേ തോന്നുന്നു. വല്ലാത്ത ബുദ്ധി കുറച്ച് കൂടുതലായി, കുറച്ച് ഏറെ കാട് കയറി ചിന്തിച്ചു ചേച്ചി. ഓ എന്തൊക്കെയാ പറഞ്ഞത് എന്റെ ഉണ്ണി ചേച്ചി. അത്യാവശ്യം ഇതിൽ ഉടായ്പ കളിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ സെറ്റിൽമെന്റിന് വേണ്ടി ആദ്യം അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മീഡിയന്റെ മുന്നിൽ വന്ന് ബ്ലണ്ട് ആയിട്ട് അവർ പിന്നെ അത് വിളിച്ച് പറയില്ല. അവരെന്നെ പറയുന്നത് ഞങ്ങൾ സെറ്റിൽമെന്റിന് ശ്രമിച്ചു. പ്രത്യേകിച്ച് മീഡിയയൊക്കെ അത്ര കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇത് ഇവർ കൃത്യമായിട്ട് എല്ലാ മീഡിയന്റെ മുന്നിൽ തുറന്നു പറയുന്നുണ്ട്. ഇന്നിപ്പോ അവർ GST അടച്ച കണക്ക് വരുന്നു. ഇതിൽ മറ്റവർ കാണിച്ചു ഉടായ്പാണ്. ഇനിയിപ്പോ അവർ ഈ പറഞ്ഞു തന്നിട്ടുള്ള ജാതിക്കാട് അതിനിപ്പോ ഇനി നിങ്ങൾ കുറെ ഫെമിനിസത്തിന്റെ മുഖംമൂടിയും വെച്ച് വന്നിരുന്നുണ്ട് ന്യായീകരിച്ചു. BJP നേതാക്കൾ ഞാൻ ഇത് പറയല്ല, BJP നേതാക്കന്മാരെ പേരെ എന്തൊക്കെയോ പേര് വിളിച്ചു പറയണോ എന്താന്നുള്ളത് പറയാൻ പറ്റുന്നില്ല. പറയാലോ ഏതെങ്കിലും ഒരു ഗോകുൽദാസ് മറ്റേ ഇതൊക്കെ സംശയം വെക്കാമായിരുന്നു ആദ്യം 2 ദിവസം, 1 ദിവസമോ 2 ദിവസത്തിലോ. ഇപ്പൊ ഈ വിഷയം ഏകദേശം ഇതിപ്പോ ഇവര് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇന്നലെ
ഇവരിപ്പോഴും അതിന്റെ മുകളിൽ കടിച്ചു പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എത്രയും വിവരങ്ങൾ അറിഞ്ഞിട്ട് വീണ്ടും പറയുക എന്നുള്ളതാണല്ലോ. അതൊരു എന്താ പറയാ, എവിടെയോ എന്ത് നടന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുറെ ജാതി പറയണം, പിന്നെ കുറെ മറ്റേ പ്രിവിലേജിന്റെ കാര്യം പറയണം, കുറെ കളർ അതിൽ കുത്തിക്കയറ്റുക, ജാതി കുത്തിക്കയറ്റുക, കുറെ പ്രിവിലേജിന്റെ കാര്യം പറയണം, കുറെ പാവപ്പെട്ടവർക്ക് എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളൊരു ഇമേജ് സോഷ്യൽ മീഡിയയിൽ പ്രശ്നം വരുമ്പോഴും ഒന്നും ഒരു സാധാരണക്കാരനായ ദളിതനൊരു പ്രശ്നം വന്നു. ഞാനോട് സാധാരണ ദളിതം പോട്ടെ, സാധാരണ ഒരു മനുഷ്യനൊരു പ്രശ്നം. അതെ, ഇത് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കേൾക്കും. അങ്ങനത്തെ ആൾക്കാരെ കേസാകുമ്പോൾ ഇവരൊക്കെ ചാടി വന്ന് ദളിതൻ മറ്റത് മറിച്ച് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ എടുത്തിരും. ദളിതനൊന്നും ദളിതനായിട്ടിരിക്കന്നെ ആരും ഇല്ല സപ്പോർട്ട്. ഈ ഞാൻ സത്യം പറഞ്ഞ ഈ കാസ്റ്റ് കൊടുത്ത് വേണ്ടിട്ട് ഇക്കണോമിക് വൈസ് എന്ത് ചെയ്യണം, ആളുകൾക്ക് ഇത് കൊടുക്കണം. ഇവിടെ അങ്ങനെയാണ് സംവരണം കൊടുക്കേണ്ടത്. ഇനി സംവരണം കൊടുക്കേണ്ട അങ്ങനെ ഒരു മനുഷ്യന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് വേണം അയാൾ ഏത് കാറ്റഗറി പെടുത്തും എന്നുള്ളത് പറയാം. ഇത് പണ്ടെങ്ങാണ്ടുള്ള ഇതിന്റെ പേരിൽ മറ്റാൾക്ക് തഴമ്പുള്ളതുകൊണ്ട് ഇന്നാളും ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. ഒരു ആനുകൂല്യം കിട്ടാതെ പല ആൾക്കാരും വലിയ ഇതിൽ പെട്ടിട്ട് കുടുങ്ങി കിടക്കുന്ന ആളുകളല്ലേ. ചിലർക്ക് ഒരു അർഹത ഉണ്ടാവില്ല, ഒന്ന് ആനുകൂല്യം കിട്ടും. അതെ, കൊള്ളാം. എന്താണെങ്കിലും അപ്പോൾ 66 ലക്ഷം രൂപ, ഇനിയിപ്പോൾ ഈ 3 ലക്ഷം രൂപ ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും പറഞ്ഞില്ല, കള്ളത്തരം എന്ന് പറഞ്ഞിട്ട് വരുമോ? ചിലപ്പോൾ അടുത്ത ചേച്ചീൻ്റെ അടുത്ത ന്യൂസ് ചിലപ്പോൾ അതായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ 3 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, കള്ളന്മാരെ പൊക്കിയിരിക്കുകയാണ്. ഇനി ഇവറ്റങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരെന്താണ് മൊഴി കൊടുക്കണേന്നൊന്നും അറിയണം അല്ലേ?